എന്നാണ് ഈ സന്ദേശത്തിൽ നൽകുന്നത്. ഇതിൽ പങ്കെടുത്ത രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. യോഗയുടെ ഇടയിൽ ഭാരതാംബയെ പറ്റി പാഠ്യ വിഷയത്തിൽ ഏർപ്പെടുത്തുന്നത് വളരെ സ്വാഗതാർഹമാണ്. ഭാരതാംബയെ പറ്റി 10ാം ക്ലാസ്സിലെ പാഠ്യ വിഷയത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ്. അത് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. സിവിക്സ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്, നേരത്തെ തൊട്ടുള്ളതാണ്. അത് നേരത്തെ എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭരണഘടനയുടെ ഭാഗം പഠിപ്പിക്കുന്ന എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തേണ്ടതാണ്. ഗവർണർ മാത്രമല്ല, മുഖ്യമന്ത്രി, മന്ത്രിമാര്, രാജ്യം, രാഷ്ട്രം, സംസ്കാരം, ഇതെല്ലാം നമ്മുടെ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഭാരതാംബയെ പറ്റിയും പഠിച്ചിട്ടുള്ള ഒന്നാണ്. അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഏറ്റവും ആവേശം നൽകിയ ഒരു മുദ്രാവാക്യമാണ്. തീർച്ചയായിട്ടും അതൊരു ജനങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. ഭാരതത്തിലെ ഓരോ ജവാന്മാരും ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കും. ഭാരതത്തിലെ ജനങ്ങൾ അത് ഏറ്റുവിളിക്കും. രാജ്ഭവനിൽ എന്ത് വേണമെന്ന് ഗവർണറും, ക്ലിഫ് ഹൌസിൽ എന്ത് വേണമെന്ന് മുഖ്യമന്ത്രിയും, നിയമസഭയിൽ എന്ത് വേണമെന്ന് ജനങ്ങളും തീരുമാനിക്കുന്നതാണ് ഇതുവരെയുള്ള കീഴ്വഴക്കം. അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഭാരതാംബ ആരുടെയെങ്കിലും മാത്രം ചിഹ്നമാണ്. ഭാരതാംബ എല്ലാവരുടെയും അമ്മയാണ്. അതുകൊണ്ട് ഭാരതാംബയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ജവാൻ വിളിക്കുന്ന ഭാരതാംബ ഏതാണെന്ന് അവരോട് ചോദിക്കൂ. കുറച്ച് മാറി എന്നേ ചോദിക്കാവുള്ളൂ. യുദ്ധഭൂമിയിൽ ജവാൻ വിളിക്കുന്ന ഭാരതാംബ ഏതാണെന്ന് നിങ്ങൾ ചോദിക്കേണ്ടത് ആദ്യം ചോദിക്കേണ്ടത് ജവാനോടാണ്. ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുതെന്ന് ജവാൻ പറയട്ടെ, അവർ വിളിക്കുന്ന ഭാരതാംബ ഏതാണ് എന്ന്. അവരല്ലേ നമ്മളെ സംരക്ഷിക്കേണ്ടത്. അവരല്ലേ എല്ലാ ദിവസവും ആവേശത്തോടുകൂടി ഭാരത മാതാ കീ ജയ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ അവരോട് ചോദിക്കൂ, ഏത് ഭാരതാംബയാണ് നിങ്ങൾ വിളിക്കുന്നതെന്ന്. ആ ഭാരതാംബയല്ലേ ഈ നാട്ടിലെ ജനങ്ങള് സ്നേഹിക്കുന്നത്. ആ ഭാരതാംബ എന്ന് പറയുന്നത് നമ്മളൊക്കെയല്ലേ, നമ്മളൊക്കെ ഉൾപ്പെടുന്നതല്ലേ ആ ഭാരതാംബ. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഉൾപ്പെടുന്നതാണ് ഭാരതാംബ. അപ്പൊ അതുകൊണ്ട് സംശയമുള്ളവര് യുദ്ധഭൂമിയിലെ ജവാന്മാരോട് ചോദിക്കുക, ഏതാണ് ഭാരതാംബ എന്ന് ചോദിക്കുക. അവര് പറഞ്ഞു തരും. ഓരോ ജവാനും വിളിച്ചു തരും ഭാരതാംബ, ഭാരത് മാതാ കീ ജയ് എന്ന്. ഓരോ ഇന്ത്യക്കാരനും അത് ഏറ്റുവിളിക്കും. എന്നൊരു സംശയം തീരും. അതല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു അത് ജവാനോട് ചോദിക്കൂ, ജവാന്മാരോട് ചോദിക്കൂ. എനിക്കതേ പറയാനുള്ളൂ. യുദ്ധഭൂമിയിലെ ജവാനോട് നിങ്ങൾ ചോദിക്കൂ, അവര് മറുപടി പറയും. നിങ്ങളല്ല മറുപടി പറയേണ്ടത്, ഞാനല്ല മറുപടി പറയേണ്ടത്. ഞാനാരാ? ഞാനല്ല മറുപടി പറയേണ്ടത്, രാഷ്ട്രീയക്കാരല്ല പറയേണ്ടത്, ജവാന്മാരാണ് പറയേണ്ടത്. ആ ജവാനോട് ചോദിക്കൂ. ഞാനല്ല പറയേണ്ടത്, രാഷ്ട്രീയക്കാരല്ല പറയേണ്ടത്, ജവാനാണ് പറയേണ്ടത്. ഇന്ന് ഈ കാലഘട്ടത്തില് ഓരോ രാജ്യത്തെയും ജനങ്ങള് അവരുടെ രാജ്യത്തെ പറ്റി പറയുന്നു. അവര് ബഹുമതി കൊടുക്കുന്നത്, ബഹുമാനിക്കുന്നത് ജവാന്മാരെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങള് ജവാന്മാരോട് ചോദിക്കുക, അവര് മറുപടി പറയും ഞാൻ അതിന് യോഗ്യനല്ല. കാരണം ഭാരത് മാതയെ സംരക്ഷിക്കുന്നത് അത് ജവാനാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അവരോട് ചോദിക്കൂ. നമ്മുടെ നാട്ടിലല്ലേ യുദ്ധഭൂമി എന്ന് വരുന്നവരോട് ചോദിക്കൂ. ഇപ്പോഴും മരിച്ചു വീണവരുടെ വീട്ടുകാരോട് ചോദിക്കൂ ഈ യുദ്ധത്തില്. അതുകൊണ്ട് ആ സംശയം വേണ്ട, അത് ജവാന്മാര് തീരുമാനിക്കും. സിംഹമല്ലല്ലോ, സിംഹം ഇവിടെ